And we need to actually think the future library in that. At the same time, I always say that ഇന്നത്തെ ലോകത്ത് ലൈബ്രറികളുടെ സിഗ്നിഫിക്കൻസ് അല്ല ചെയ്യുന്നത്. It is increasing multifold. Libraries are going to be much more relevant in the world. And that is what I was trying to put forward. And I have seen some very interesting papers from here. നല്ല കുറേ പേപ്പേഴ്സ് വരുന്നുണ്ട്. And we have great two eminent panelists with us. അവർ രണ്ടുപേരും ഇതിൽ വളരെ ഡെപ്തിൽ വർക്ക് ചെയ്യുന്നവരാണ്. So they will also be giving a lot of perspectives on this. So I was primarily trying to say maybe next 10 minutes or so on three aspects. ഒന്ന്, there is a digital revolution happening. ഇന്ന് നമ്മുടെ ഇവിടെ പലർക്കും രാവിലെ എണീറ്റ് ആദ്യം ചെയ്യുന്ന ബ്രഷ് ചെയ്യാന്നായിരിക്കില്ല, ആദ്യം ചെയ്യുന്ന മൊബൈൽ നോക്കാന്നുള്ളതായിരിക്കും. ഇന്നലെ വാട്സപ്പ് മെസ്സേജ് വന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എന്താണ്. ഇന്നിപ്പോൾ നമുക്ക് ഈ അടുത്ത 3 മണിക്കൂറിനകത്ത് ഒരു ചലഞ്ച് തന്നെ വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് മൊബൈൽ നോക്കാതെ അടുത്ത 3 മണിക്കൂർ ഇരിക്കാൻ കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it's very difficult for many of us to spend time without looking at this, because it becomes so ingrained in our life, right? The digital has become so ingrained in our life. നമ്മുടെ ജീവിതത്തിൽ ഡിജിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ അങ്ങ് ഇഴകി ചേർന്നിരിക്കുകയാണ്. അത് നമ്മുടെ പല മേഖലകളെയും വളരെയധികം ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പല മേഖലകളെയും ഒരുപാട് മാറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ഡിസ്റപ്റ്റ് ചെയ്യപ്പെട്ടത് ലൈബ്രറി അല്ലെങ്കിൽ നോളജ് സ്പേസ് തന്നെയാണ്. കാരണം വളരെ പെട്ടെന്ന് നമുക്ക് അതിന് കുറെ കാരണം. ഐ വാസ് ഡിസ്കസിങ് വിത്ത് പ്രൊഫസർ ദേവിക ഓൺ ദിസ് ദാറ്റ് നേരത്തെ നമ്മുടെ ഒരു കൺവെൻഷണൽ അക്കാഡമിക് ലൈബ്രറികൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ലൈബ്രറി എടുക്കുകയാണെങ്കിലും, ആ ഒരു സപ്ലൈ ചെയിൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ലോങ് ആയിരുന്നു. നിങ്ങളിൽ ഒരാൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രകാശൻ മാഷെ പോലെ ഒരാൾ ഒരു കഥ എഴുതി അല്ലെങ്കിൽ ഒരു നോവൽ എഴുതി, അത് ഒരാളുടെ കയ്യിലെത്തുന്നവരെ കുറേ കടമ്പകൾ കടന്നു പോകേണ്ടി വന്നിരുന്നു, ഒരുപാട് കടമ്പകൾ കടന്നു പോകേണ്ടി വന്നിരുന്നു. അത് ഒരു പബ്ലിഷർ വരണം, ആ പബ്ലിഷർ അതിനായിട്ട് നെഗോഷിയേറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് പബ്ലിഷ് ചെയ്യുന്നു, അതൊരു ഒരു ലൈബ്രറിയിലേക്കോ അല്ലെങ്കിൽ ബുക്ക് സ്റ്റോറിലേക്കോ വരുന്നു. ഇങ്ങനെ ഒരു വളരെ ലോങ് ആയിട്ടൊരു ചെയിനിൽ കൂടിയായിരുന്നു ഒരാളുടെ അടുത്തെന്ന്. ഇത് അക്കാഡമിക് ലിറ്ററേച്ചറിലാണെങ്കിൽ ഇറ്റ് ഇസ് മച്ച് മോർ ലോങ്ങർ. അത് ഒരുപാട് ഷ്രിങ്ക് ചെയ്യപ്പെട്ടു. ഇറ്റ് ആക്ച്വലി ഷ്രങ്ക് സബ്സ്റ്റാൻഷ്യലി, വെയർ we actually say today we are moved from a economy creators to a creator economy. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ directly you are able to give it to the end customer sort of a thing. So that world of disruption is my first thing which we say, and that, as I said, will actually have reduced the supply chain of information per se, and that will also lead to a very important thing, which is what I think which Professor Sunil was mentioning, that നമ്മുടെ നാട്ടില് അക്കാഡമിക് ലൈബ്രറികൾ ഇപ്പോഴും വളരെയായിട്ട് സസ്റ്റെയിൻ ചെയ്യുമ്പോഴും റൂറൽ ലൈബ്രറികളും ഗ്രാമീണ ലൈബ്രറികൾ എന്ന് പറയുന്നത് വളരെയധികം ചലഞ്ച് ഫേസ് ചെയ്യുന്നൊരു സമയമാണ്. വി ആർ ആക്ച്വലി ഫേസിങ് എ ഹ്യൂജ് ചലഞ്ച്, ആൻഡ് ഐ ആം ഷുവർ ദാറ്റ് ഡോക്ടർ ദേവിക വിൽ സ്പീക്ക് മോർ ഡീറ്റെയിൽ ഓൺ ദാറ്റ്, ബിക്കോസ് ഷി ഹാസ് ഡൺ എ വെരി എക്സ്റ്റൻസീവ് സ്റ്റഡി ഓൺ ദാറ്റ്. ബട്ട് വി ഓൾ നോ ദാറ്റ് ഒരു കാലത്ത് ഒരു നഗരത്തിന്റെ, ഒരു ഗ്രാമത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് അവിടുത്തെ ലൈബ്രറികളായിരുന്നു. സിമ്പിൾ എക്സാമ്പിളാണ്. നിങ്ങളൊരു 1970 ഒരു ഫിലിം കാണുക, അതിൽ എന്തായാലും ഒരു ലൈബ്രറി ഉണ്ടാവും. ഇന്നൊരു സിനിമ കാണുക, ലൈബ്രറിയെ കുറിച്ച് ആരും പറയാറില്ല. ദാറ്റ് ബേസിക്കലി ഷോസ് ദാറ്റ് ഇറ്റ് ഹാസ് മൂവ്ഡ് ഔട്ട് ഓഫ് the set, which is a very dangerous thing. I believe that it is time for us to reinvent and rebring that, and especially that is required. ഇപ്പോൾ ഞങ്ങൾ പുതിയ കരിക്കുലം കമ്മിറ്റിയുടെ, I am also a part of the school curriculum committee, so we were discussing the point that how can we actually integrate the libraries into the, especially rural libraries, the school curriculum. സ്കൂൾ കരിക്കുലത്തിലേക്ക് എങ്ങനെ റൂറൽ ലൈബ്രറീസിനെ കൊണ്ടുവരാം, അതെങ്ങനെ നമുക്കൊരു ഡെസിമിനേഷൻ പോയിന്റുകളാക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് കുട്ടികൾക്ക് പുതിയ രീതിയിലുള്ള അധ്യയനത്തിനുള്ള ഒരു ആക്സസ് പോയിന്റ് കഴിയും. Actually start looking at. So that's what primarily we look at, how libraries can play a bigger role in the social development per se. So this is a point which I started by saying. നമ്മുടെ ഒരു സൊസൈറ്റി എടുക്കുകയാണെങ്കിൽ, we have moved from agriculture society to an industrial society, information society to a knowledge society. നമ്മളെല്ലാവരും മാറി. പക്ഷേ നോളജ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിലും ലൈബ്രറികൾ ഇപ്പോഴും പലപ്പോഴും ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി തിങ്കിങ്ങിലാണ് ഇരിക്കുന്നത്. And one of the reason why the paradox still exists is that it's not only for industries, it is also not only for libraries, it's also true for education. If you look at education today, it's not still at the knowledge world, it is still at the industry world, right? ഒരു ക്ലാസ്സിൽ വന്നിട്ട് എത്ര ടീച്ചർമാർക്ക് ഓരോ കുട്ടിക്കും പറ്റിയ എഡ്യൂക്കേഷൻ കൊടുക്കാൻ കഴിയുന്നുണ്ട്? ഇറ്റ്സ് നോട്ട് പോസിബിൾ. സ്റ്റിൽ വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. പക്ഷേ അതാണ്
ഒരു നോളജ് വേൾഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള പ്രിസിഷൻ ലേണിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ബട്ട് വി സ്റ്റിൽ തിങ്ക് അബൌട്ട് മാസ്. വി ഹാവ് നോട്ട് ഗോൺ ഇൻ ടു ദ പ്രിസിഷൻ ആസ് സച്ച്. സോ വി നീഡ് ടു ആക്ച്വലി ലുക്ക് അറ്റ് ദ paradox and how do you solve the paradox, and that's basically where the future libraries are going to be. ഞാനിതിൽ ഒരു ടെക്നോളജിയെ കുറിച്ച് ഇപ്പോൾ പ്രൊഫസർ സുനിൽ അദ്ദേഹം എന്നെ ഇൻട്രൊഡ്യൂസ് ഇപ്പോൾ IT-യുടെ എക്സ്പെർട്ട് ആണെന്ന് പറഞ്ഞു. going to speak anything on technology here. I will only speak about how some of the larger factors are going to affect, because I have seen some beautiful papers which are going to come which discusses on those aspects as such. And the last question we need to ask as people who are working in library, who are interested in library, who are researching in the library is that can we actually have an incremental transformation or a radical transformation? It is not that libraries have not transformed. So, I set up one of the first digital libraries in this country in NIT, REC, sometime in 1995. ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ ഡിജിറ്റൽ ലൈബ്രറീസ് ഉണ്ട്. നമ്മുടെ മിക്കവാറുള്ള എല്ലാ ലൈബ്രറികളും ഡിജിറ്റൽ ലൈബ്രറികളായി, ഡിജിറ്റൽ റെപ്പോസിറ്ററികൾ വന്നു. പക്ഷെ അത് മതിയോ? അതിൻ്റെ അടുത്ത നിലയിലേക്ക് പോകേണ്ട ആവശ്യമില്ലേ? എങ്ങനെ നമുക്ക് ഒരു റൈറ്റ് ടെക്നോളജീസ് ഉപയോഗിക്കാൻ കഴിയും? എങ്ങനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും? ദാറ്റ്സ് ദ ക്വസ്റ്റൻ വി നീഡ് ടു ആസ്ക്, വെദർ വി നീഡ് ടു ആക്ച്വലി ഹാവ് എ റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഓർ. സോ ഫോർ ദാറ്റ് ലെറ്റ്സ് ഗോ ബാക്ക് ടു അവർ ഗുഡ് ഓൾഡ് Butler's thesis, right? 1933. I'm sure that every library science, every information scientist must have read the book by P.S. Lee Butler. So where we actually started by looking at what is the purpose of a library. ഒരു ലൈബ്രറിയുടെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് ലൈബ്രറി? ലൈബ്രറി എന്തുകൊണ്ടാണ് ഉണ്ടായത്? ലൈബ്രറി is primarily for transmission of accumulated experience of a society to the individuals. ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ജ്ഞാനത്തിനെ പലരിലേക്ക് പകരാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഈ പർപ്പസ് ഇപ്പോഴും മാറിയിട്ടില്ല. ഓൺലി തിങ് ഈസ് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ദ ഏർലിയർ ഓൺലി ഫ്യൂ പോർഷൻ ഓഫ് ദി സൊസൈറ്റി വാസ് ജനറേറ്റിംഗ് നോളജ്. ദാറ്റ് ഇസ് ചേഞ്ച് നൗ. ഇൻ ഫ്യൂച്ചർ ലോട്ട് ഓഫ് പീപ്പിൾ വിൽ ജനറേറ്റ് നോളജ്. ഓൾ ഓഫ് us sitting here will generate knowledge. Same way, the people who access the knowledge, the methodology of accessing has changed. നമുക്ക് തന്നെ അറിയാം, നമുക്കൊരു പുസ്തകം വായിക്കുന്നതിനേക്കാളും ഒരു പക്ഷേ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ആ പുസ്തകത്തിൻ്റെ ഒരു ഓഡിയോ ബുക്ക് കിട്ടുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ സിനോറിയോസ് നമുക്ക് ഉണ്ടാകുമ്പോഴായിരിക്കും, അതിൻ്റെ ഒരു മെറ്റാവേഴ്സ് മോഡൽ ഉണ്ടാകുമ്പോഴായിരിക്കും. അതിനർത്ഥം ആ കണ്ടന്റ് ഇല്ലാതാവുന്നല്ല. ഇപ്പോൾ പ്രകാശൻ മാഷ് എഴുതിയ ഒരു കണ്ടന്റ്, അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാവനയെ നമുക്ക് സ്വാംശീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മെത്തഡോളജി വരുമ്പോഴാണ് അത് യൂസ്ഫുൾ ആവുന്നത്. സോ ക്യാൻ വി ആക്ച്വലി, ദാറ്റ് ഇസ് എ ഡിഫറൻസ്, ബട്ട് ദ പർപ്പസ് റിമൈൻ ദി സെയിം. The basic reason why libraries existed is there was always a knowledge gap. സൊസൈറ്റിയിൽ എപ്പോഴും നോളജ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കുറച്ച് പേര് നോളജ് പ്രൊഡ്യൂസ് ചെയ്യും, കുറേ അധികം പേർക്ക് നോളജ് കിട്ടണം. ഇവരുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലവും യൂസ് ചെയ്യുന്ന സ്ഥലവും രണ്ടിടമാണ്. സോ ദർ ഇസ് വാട്ട് വി കോൾ ആസ് എ സ്പേസ് ആൻഡ് ടൈം ഡിഫറൻസ്. ഒരു ഐൻസ്റ്റീൻ ഉണ്ടാക്കിയ നോളജ് നമ്മൾ ഇന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഐൻസ്റ്റീൻ്റെ പുസ്തകങ്ങളും ഐൻസ്റ്റീൻ്റെ കൃതികളും ഐൻസ്റ്റീൻ്റെ പേപ്പറുകളും വായിക്കണം. ഇന്ന് ഐൻസ്റ്റീൻ ഇല്ലല്ലോ. അപ്പോൾ there is a time utility there, right? So we can still learn from what Einstein has given knowledge only because of a library or a publication per se. Same way, something which is happening in other part of the world, if you want to know, that space utility also have to be given by the library. And librarians and library science has done a beautiful job of aggregation, classification and access, which they have very beautifully done across years. And that's basically where the library science and libraries becomes fantastic organizations of social change in the world. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഒരു പർപ്പസ് in the new world where social changes are happening, technology changes are happening, how is it going to get affected? So I'll just pick on just 3 points and then I will stop. There are 3 elements of change. ഒന്ന് ടെക്നോളജി ചേഞ്ച് ആണ്. പ്രൊഫസർ സുനിൽ അതിനെക്കുറിച്ച് വളരെ പറഞ്ഞു, ഞാൻ അതൊന്ന് just repeat that. Second is there is a change in the user requirements. നമ്മൾ പറയാറൊരു കാര്യമുണ്ട്, എന്താണ്, നമ്മുടെ കുട്ടികൾ പണ്ട് കാലത്തായിരുന്നെങ്കിൽ ഒരു അധ്യാപകനാണെങ്കിൽ പറയും പണ്ട് കുട്ടികൾക്ക് അറ്റൻഷൻ സ്പാൻ കൂടുതലാണ്, ഇന്ന് അറ്റൻഷൻ സ്പാൻ ഇല്ല. നമ്മൾ ഒരു പേരൻ്റ് ആണെങ്കിൽ പറയും നമ്മുടെ കുട്ടി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അല്ലെങ്കിൽ ഞങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ലോങ് അവേഴ്സ് സ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ഈസ് ഇറ്റ് ട്രൂ? ലുക്ക് അറ്റ് എ വീഡിയോ ഗെയിം. how much time a kid spend on a video game? Look at a Facebook or Meta or whatever be. How much time a kid spend on that? Several hours, right? So it means that it is nothing wrong with the kid. It is nothing wrong with the content. It is wrong with the methodology in which നമ്മൾ അവർ കൊടുത്തത്. നമ്മൾ 2020 1900 മെത്തേഡ് 1800 മെത്തേഡും കൊണ്ട് പോയി കഴിഞ്ഞാൽ നാച്ചുറലി വിൽ ഗെറ്റ്
bored, right? നിങ്ങൾ എത്ര പേര് ഇന്നൊരു കാളവണ്ടി ഒരു ബസ് വന്നു കഴിഞ്ഞാൽ കാളവണ്ടി കയറും? അതാണ് ഇന്ന് നടക്കുന്ന പ്രശ്നം. If you are getting an old method and a new method, we will all adopt the new method. So the point is, user requirements have changed substantially from what it was in the past. We will discuss that. And third, which is a challenge, especially in the rural libraries, is ഇങ്ങനെ വന്നപ്പോൾ ഒരു സൈഡിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് റിക്വയർമെന്റ്, there is a lot of resources which is required. ആ റിസോഴ്സസ് നമുക്ക് ഇല്ലാത്ത ഒരു ഭാഗത്ത് ഇത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നു. സോ ദീസ് ത്രീ തിങ്സ് വിച്ച് വി ലുക്ക് അറ്റ്. And for that, the first thing which we look at is that every time some technologies actually drive the whole world. Earlier it was textile technology and locomotives and electricity and things like that. Then it became automobile. ഇന്ന് നമ്മൾ കാണുന്ന പല മോഡലുകളും ഓട്ടോമൊബൈൽ ബേസ്ഡ് ആണ്. Publications came from automobile based models where you have mass publications coming in. Why do you have few publishers? അവരെ എല്ലാം അമേസ് ചെയ്ത് they actually publish it. Because of that become a reinforcing model. So that was a model which we used to follow. And when computers came, we actually started looking at open archives. We started looking at making it more decentralized as such. But today we speak about the next layer, where we are speaking about AI, big data, XR, future technology, etc. Let's ask this question that ഒരാൾ ഒരു ഗൂഗിൾ സ്കോളറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിലോ പോയിട്ട് സ്കോളർലി സെർച്ച് എഞ്ചിനിലോ പോയിട്ട് ഒരു ടോപ്പിക്ക് സെർച്ച് ചെയ്യുന്നു. ദി സെയിം പേഴ്സൺ, somebody searches in a scholarly search engine for a topic. Same person goes to a library and asks. Now, in the past, the librarian will be able to guide the person to say that, yes, this topic you can take. ഇന്ന് പല ലൈബ്രറിയൻസിന് ആ സ്കില്ലില്ല. They are not able to really look at what the person do it. Google has got the skill, right? And that's what a person wants. ഒരു നമ്മൾ എന്തിനാണ് ലൈബ്രറി പോകുന്നത് നമ്മൾ തന്നെ പുസ്തകം എടുക്കാൻ വേണ്ടി മാത്രമല്ല, അവിടെ ഇരിക്കുന്ന ലൈബ്രറി പ്രൊഫഷണൽ ഷുഡ് ഓൾസോ ബി ഏബിൾ ടു ഗൈഡ് മീ ഇൻ ടു ദ വാട്ട് ഈസ് മൈ റിക്വയർമെന്റ്. ദേ ഷുഡ് ഡബിൾ ഗെസ് മൈ റിക്വയർമെന്റ്, വിച്ച് Amazon does very nicely, Google does very nicely, and unfortunately the human beings are not being done. കാരണം നമ്മൾ ഒരു സമയത്ത് ഫ്യൂച്ചർ ലൈബ്രറി എന്ന് പറയുമ്പോൾ വെറും ഓട്ടോമേഷനിലേക്ക് മാത്രം പോയി. We lost the essence of the original libraries, the essence where the librarian was giving much more than just technology or books. He was providing a very, very deeper service per se. So that many of you will have difference of opinion on that, we can discuss that. So when we move into data-based libraries, where these sort of paths of interest of the people have to come, that will be the third thing. Now, there is also an important thing which we need to look at from this graph. The time in which a technology comes is very, very short. നേരത്തെയുള്ള ടെക്നോളജികൾ they used to take 150 years to become popular. Today, technology is coming in a very short period of time. So this very short period of time makes a big challenge. The challenge is that those which use such technologies will actually override those which do not use such technologies. That is why, if you look at the popularity of aggregation platforms versus aggregation libraries is actually changing drastically. എന്തുകൊണ്ടാണ് അഗ്രിഗേഷൻ പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ പോകുന്നത്, എന്തുകൊണ്ടാണ് ലൈബ്രറി പോകാത്തത്? കാര്യം അവർ പുതിയ ടെക്നോളജികൾ എത്രയും പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യുന്നു. കൺവെൻഷണൽ ലൈബ്രറീസ് ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. Naturally, people will actually lose out on that. That's why the question of radical transformation may be necessary per se. And also, this new economy also brings in 2-3 important changes. One is, it brings quite a bit of a digital access. The second is, it is contrary to our common belief, it is very democratized. Google ഇന്ന് ഏകദേശം 38 കോടി പരം ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിൽ almost 30% are free, complete content. That is almost around 10 crore documents. 38, around 100 million documents are completely free. And the world's largest library is only half of that. Plus, it can have access to others. So naturally, there is a highly open and democratized model which is coming in. And then the question of whether technology brings in a trust or not is a question. And that's obviously some of the research papers will be speaking about this. Both the evidences are there. But overall, over the period, people are actually trusting the technology more than the people. There is a very interesting study. I think it's a little dated study.
2010-ലാണെന്ന് തോന്നുന്നു, 2006-ലാണെന്ന് തോന്നുന്നു, ഒരു സ്റ്റഡി നടത്തിയിരുന്നു. when I get a document and I wanted to verify the content of the document, whom will I go? 90-കളിൽ അവർ ആദ്യം പോകുന്നത് ഒരു ടീച്ചറിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ലൈബ്രറിന്റെ അടുത്തായിരുന്നു. 2010 ആയപ്പോഴേക്കും ലൈബ്രറിയൻ become the last guy in the top 15. So the reason is the other things actually taken over at. And the best part of it is many of these things actually become improve over the period as such. So there is a paradigm shift which is happening. That's basically the theme of this. When you look at future, we need to see whether there's a paradigm shift which is happening or not. There is a big paradigm shift which is happening. First paradigm shift is that something which is very visible. All of us know that adoption of technology, shrinking supply chains. Today, if I wanted to know, so I still remember when I was a student, we used to wait for a Thursday because Thursday is the date when in Indian Institute of Science new journals will come. ആ ജേർണൽ വരാൻ വേണ്ടിയിട്ട് we wait. ഏഴാഴ്ചയാണ് ആ പേപ്പർ വരിക. Today we don't have to worry about that. No, when a person writes, he generally put it in an open archive also, or maybe you may be listed in a research gate, or you may put in one of the research things as such. So you'll be able to get access that. അപ്പോൾ അവിടെ ഒരു shrinking supply chains നമുക്ക് already visible ആണ്. We also seen that quite a bit of data usage is happening in the library. We also see that it's still not very popular, but it's popular that libraries have moved into virtual world. ഡിജിറ്റൽ, അതായത് ഓഡിയോ ബുക്സ് വന്നു, വീഡിയോ വന്നു. അടുത്ത സ്റ്റേജിൽ വി ആർ ആക്ച്വലി കമ്മിങ് ഓൺ വിത്ത് ഇമേഴ്സീവ് ടൈപ്പ് ഓഫ് തിങ്സ് ലൈക്ക് when I read a book on Theyyam, I can actually visualize Theyyam also along with it. So this is actually coming up, but it's already coming. And then you also see there is quite a bit of power of peers which is happening. പക്ഷെ ഈ വിസിബിൾ കാര്യങ്ങളല്ല I thought we need to discuss and debate. ഈ കാണാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വളരെ 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 ക്ലിയർ ആവാത്ത അല്ലെങ്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആൻഡ് ഐ തിങ്ക് ദ ഫസ്റ്റ് ആൻഡ് ദി ഫോസ്റ്റ് തിങ് ഈസ് ദ വേൾഡ് ഈസ് കമ്മിങ് ബാക്ക് ടു സ്മോൾ. നമ്മൾ ഒരു മാസ് പ്രൊഡക്ഷനിലേക്കായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്, മാസ് മോഡലിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. വി ആർ അഗെയിൻ കമ്മിങ് ബാക്ക് ടു സ്മോൾ. അതിലെ ഏറ്റവും വിസിബിൾ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള സോളാറാണ്. പവർ പണ്ട് കാലത്ത് മേജർ ഗ്രിഡിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പലരുടെ വീടുകളിൽ അവരുടെ വീട്ടിൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാ മേഖലയിലും വരികയാണ്. എഡ്യൂക്കേഷനിൽ വരികയാണ്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിലേക്ക് വരികയാണ്, പേഴ്സണൽ ആയിട്ടുള്ള പ്രൊഡക്ഷനിലേക്ക് വരികയാണ്. ഈവൻ ലൈബ്രറീസ് ആർ ഗോയിങ് ടു ബി വെരി പേഴ്സണലൈസ്ഡ്. ഈച്ച് ഇൻഡിവിജ്വൽ ഹാവ് ഗോട്ട് എ ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്. എന്തുകൊണ്ടായിരുന്നു പണ്ട് കാലത്ത് ഗ്രാമ ലൈബ്രറികളെ ഇത്രമാത്രം പ്രിയപ്പെട്ടതാക്കിയത്? അന്ന് ആ ലൈബ്രറിയിൽ വരുന്ന ഓരോരുത്തരുടെയും റിക്വയർമെൻറ്റ് ആ ലൈബ്രറിന് അറിയാമായിരുന്നു. ഒരു പുതിയ പുസ്തകം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ പുസ്തകത്തിൻ്റെ ഒരു ന്യൂ തിങ് വരുമ്പോൾ, what we call as SDI, selective dissemination of information, used to happen in a very conventional way, right? We lost all of them. നമ്മൾ അവിടെ നിന്ന് എവിടെയൊക്കെ പോയി, നമ്മൾ അതിൽ നിന്ന് മാസ് പ്രൊഡക്ഷനിലേക്ക് പോയി. ഇറ്റ് ഈസ് ടൈം ദാറ്റ് വി നീഡ് ടു ഗോ ബാക്ക് ടു സ്പെസിഫിക്. പ്രിസിഷൻ അഗ്രികൾച്ചറിൽ എന്ന് പറയുന്ന പോലെ പ്രിസിഷൻ ലൈബ്രറീസ്, പ്രിസിഷൻ ഇൻഫർമേഷൻ സയൻസ് ഈസ് സംതിങ് വിച്ച് എ ഫ്യൂച്ചർ ലൈബ്രറി ഈസ് ഗോയിങ് ടു ഡിഫൈൻ. Again, a topic which we can discuss, and I'm sure that some of the research papers will be discussing this. The second thing, which whether you believe or not, ഈ സെൻട്രലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ പോയി. The large centralized institutions are actually fading off, where smaller institutions are actually become very popular. സെൻട്രലൈസ്ഡ് എന്നുള്ള കൺസെപ്റ്റ്, ഒരാൾ ഒരു വലിയൊരു ഒരു ബോഡി വന്ന് സൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു വലിയൊരു ഛാപ്പ അടിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മാറി.